അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഹസന സിയാറ സംഘം നിലവിൽ ഉള്ളത് നാഗൂരിലാണ് എത്തിയിട്ടുള്ളത്. മുമ്പ് പഴയ വീഡിയോസുകൾ എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. അങ്ങനെ നാഗൂരിലെത്തിയപ്പോഴേക്കും പ്രഭാതം സമയമായിട്ടുണ്ട്. പ്രഭാതം സമയം തന്നെ നാഗൂരിലെ പൊതുവിൽ ബസ് സ്റ്റാൻഡിലാണ് ബസ് നിർത്താറുള്ളത്. അവിടുന്ന് ഏകദേശം 10 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുണ്ട്. പോകുന്ന വഴിയിൽ കണ്ടില്ലേ മനോഹരമായ പച്ചക്കറി കച്ചവടങ്ങളെല്ലാം. അങ്ങനെ നാഗൂർ ദർഗയിലേക്കുള്ള ഇടവഴികളിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. മഹാനായ നാഗൂർ ഷാഹുൽ ഹമീദുൻ നാഗൂരി തങ്ങളുപ്പാപ്പയുടെ ദർബാറിൻ്റെ ചാര ഞങ്ങളെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടില്ല, അവിടുത്തെ ഉറൂസ് കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ അലങ്കാരമായ രൂപങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു. പ്രഭാതത്തിൽ തന്നെ നാഗൂരിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തരുന്നതും ആത്മീയമായ ഒരു അനുഭൂതി നൽകുന്നതുമായിരുന്നു. അങ്ങനെ നമ്മുടെ സിയാറ സംഘം നാഗൂർ ദർബാറിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ദർബാറിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ചെരുപ്പ് വെക്കാനും അത് സൂക്ഷിക്കാനും ഒക്കെ ആളുകളുണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വെക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് പോയി അവിടെയും സൗകര്യങ്ങളുണ്ട്. നാഗൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വെള്ളിമുഴ എന്നുള്ളത്. പല അസുഖങ്ങൾക്കുമുള്ള നേർച്ചകൾ വെള്ളിമുഴ വാങ്ങിക്കൊണ്ട് അവിടെ കൊടുക്കുക എന്നുള്ളതാണല്ലോ അവിടുത്തെ ആ ഒരു പതിവ്. അങ്ങനെ എൻ്റെ കൂടെ വന്ന ഒരു യാത്രക്കാർക്ക് വെള്ളിമുഴ എല്ലാം വാങ്ങി. പ്രഭാതമായതിനാൽ നാഗൂർ പരിസരം ദർബാറിൻ്റെ പിൻവശമെല്ലാം വളരെയധികം ശാന്തമായി കിടക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാർ വെള്ളിമുഴ ആവശ്യപ്പെട്ടവർക്കെല്ലാം വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇത് നാഗൂർ മഖാമിന്റെ പിൻവശത്തുള്ള ഒരു മനോഹരമായ ഷാഹുൽ ഹമീദുൻ നാഗൂരി ഉപ്പാപ്പയുടെ ദർബാറിലാണത്. ഷാഹുൽ ഹമീദുൻ നാഗൂരി എന്നാണ് ഈ മഹാനവറുകളെ കുറിച്ച് പറയലട്ടാ. ഈ തമിഴ് ശൈലി പറയുമ്പോൾ നാഗൂരി കേട്ടാ. അപ്പോൾ നാഗൂർ ഉപ്പാപ്പയുടെ ദർബാറിലാണ് ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത്. ഇവർ ഉത്തർപ്രദേശുകാരായിരുന്നു. ഈ രാജ്യക്കാരല്ല, ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരായിരുന്നു. ഷാഹുൽ ഹമീദുൻ നാഗൂരി തങ്ങളുപ്പാപ്പ വളരെ ചെറുപ്പം മുതലേ കറാമത്തുകൾ ഒരുപാട് കാണിച്ചിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള സമയത്തും പ്രസവം കഴിഞ്ഞ ഉടനെയൊക്കെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനവറുകൾ. അങ്ങനെ മഹാനവറുകളുടെ ചെറുപ്പ ജീവിതം മുന്നോട്ട് പോയി മഹാനവറുകൾ ഈ ആത്മീയമായ മേഖലയിലേക്ക് കയറിയതിനു ശേഷം ഇബാദത്തിന് വേണ്ടിക്കൊണ്ട് പലയിടങ്ങളിലേക്കും പോയി ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീട്ടിലിങ്ങനെ പന്തലിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. ഉമ്മയോട് ചോദിച്ചു, എന്തിനാണ് ഉമ്മ ഈ പന്തൽ എന്നുള്ളത്? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള പൂർവികരായ ഉമ്മമാർക്കും ഉപ്പമാർക്കും ചിലപ്പോൾ അറിയും, അവരൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് സമ്മതം ചോദിക്കുന്ന പ്രവണതയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ കുട്ടിയുടെ സമ്മതം ചോദിക്കുക, ചെക്കൻ്റെ സമ്മതം ചോദിക്കുക, അല്ലേ? എന്നിട്ട് കുട്ടിക്ക് തീരുമാനിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ചെക്കർക്ക് ഇഷ്ടമായ കുട്ടിക്ക് ഇഷ്ടമായി ഉണ്ടാവില്ല. ഇതെല്ലാം ഇപ്പോഴാണല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ്, ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെട്ട ഒരാളെ കെട്ടിച്ചു കൊടുക്കുക, ഇതായിരുന്നു സമ്പ്രദായം. അങ്ങനെ വന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, മോൻ്റെ വിവാഹമാണ്, മോൻ്റെ വിവാഹത്തിനുള്ള പന്തലാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞതോടെ ഷാഹുൽ ഹമീദുൻ നാഗൂരി ഉപ്പ പറഞ്ഞു, ഉമ്മ, എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു അല്ലാതെ ഒരാളോട് ഹുബ്ബ് വെക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൽ അള്ളാഹിനോടാണ് എൻ്റെ ഹുബ്ബുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇനി ഒരു ഭാര്യയെ സ്നേഹിക്കാൻ അങ്ങനെ സംഭവമേ എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഷാഹുൽ ഹമീദുൻ നാഗൂരി തങ്ങളുപ്പാപ്പ പറഞ്ഞു. ഇത് പറയേണ്ട നിമിഷം ആ വീട്ടിലുണ്ടായിരുന്ന പന്തല് മുഴുവനും കത്തി നശിച്ചു പോയി എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. കാരണം അവരുടെ മനസ്സിൽ ഒരു നിരക്കും ഉൾക്കൊള്ളാത്തൊരു കാര്യത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ ഉണ്ടായ വിഷയമാണ്. അങ്ങനെ മഹാനവറുകൾ വീണ്ടും അവരുടെ ഇബാദത്തിൻ്റെ ലോകത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയിൽ കണ്ടുമുട്ടിയവരായിരുന്നു മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ ഷാഹുൽ ഹമീദുൻ നാഗൂരി തങ്ങളുപ്പാപ്പയെ ഈ കാണുന്ന നാഗൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ കുറച്ചൊക്കെ കൊണ്ടുനടന്നു. അങ്ങനെ കൊണ്ടു നടന്ന് ഏകദേശം ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞോളി, ചങ്ങരയമ്മനെ ആശ്രയിച്ചില്ല, എന്നാലും പറയാനുള്ള പറഞ്ഞോളി. അപ്പോൾ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹാനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? ഷാഹുൽ ഹമീദിനെ പോലത്തെ ഒരു വലിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആലോചിച്ച്, ഒരു നബിയാ പറഞ്ഞത് ഷാഹുൽ ഹമീദിനെ പോലത്തെ ഒരു വലിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ
ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞതിന് ശേഷം മഹാനായ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നാഗൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ഷാഹുൽ ഹമീദ് ഉപ്പാപ്പാനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അവസാനവും നിങ്ങളുടെ ഖബറിലെല്ലാം ഇവിടെയാണ് വരാനുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ദീനി പ്രബോധനം തുടരണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പ ഇവിടെ എത്തുന്നത്. മഹാനവറുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ചികിത്സകളെല്ലാം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഈ കണ്ട വലിയ പ്രദേശമൊന്നും ഇല്ല, അതൊക്കെ ചെറിയൊരു ഏരിയ ഉള്ളൂ. അപ്പോൾ അന്ന് കാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന വലിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഭരിച്ചിരുന്ന നാടുവാഴികൾ എന്ന സമ്പ്രദായം ഇപ്പോഴല്ലേ അത് ഇല്ലാതായി പോയത്. അങ്ങനെ അന്ന് ഭരിച്ചിരുന്ന ആ രാജാവിന് അന്ന് ഇവിടെ വലിയ മാരകമായ രോഗം വന്നു. ഒരുപാട് ചികിത്സിച്ചു, പരിഹാരമായില്ല. അവസാനം എവിടുന്നും പരിഹാരമാവാതിരുന്നപ്പോൾ ആരോ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു വലിയ പണ്ഡിതനുണ്ട്, അവരോടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു നോക്കാം. സ്വാഭാവികമാണല്ലോ, നമ്മൾ ഭൗതികമായ ചികിത്സയൊന്നും ഫലിക്കാതെ വരുമ്പോൾ നമ്മളെല്ലാവരും ആത്മീയമായ ചികിത്സയിലേക്ക് പോകുമല്ലോ അല്ലേ. ഇതുപോലെ ആ നാട് ഭരിച്ചിരുന്ന ആ നാടുവാഴി അല്ലെങ്കിൽ ആ രാജാവ് അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി മഹാനായ ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പയെ ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ടു മഹാനവറുകളുടെ ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ മഹാനവറുകളുടെ ചികിത്സ ഫലിച്ചു, വലിയ ഫലം കണ്ടു. കാലങ്ങളായി മാറാത്ത അസുഖത്തിന് പരിപൂർണ ശിഫയായി. ഇതോടെ ഈ നാട്ടിലുള്ള രാജാവിന് വല്ലാത്ത ഇഷ്ടമായി. അവരൊരു 3000 ഏക്കർ സ്ഥലം, ഈ നമ്മൾ ഇരിക്കുന്ന സ്ഥലമടക്കം 3000 ഏക്കർ സ്ഥലം ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ മഹാനവറുകൾക്ക് ദുന്യവിയായൊരു ചിന്തയില്ലല്ലോ, അവർ വിസമ്മതിച്ചു. അങ്ങനെ രാജാവിൻ്റെ മക്കളും എല്ലാവരും പല തവണകളിലായി പറഞ്ഞത് പ്രകാരം മഹാനവറുകൾ ആ സ്ഥലം ഏറ്റെടുത്തു. ആ ഒരു സ്ഥലത്തിൽപ്പെട്ട ഒരു വശത്തായി ഇപ്പം നമ്മൾ എല്ലാവരും ഉള്ളത്. അതായത് ഇതൊരു 3000 ഏക്കർ അന്ന് ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പയുടെ പേരിലുണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ കൈകൾ മാറി പോയിട്ടുണ്ടാവട്ടാം. അപ്പം അന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഇവിടെ ദീനി പ്രബോധനം തുടർന്നു. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, മഹാനവറുകൾ പ്രബോധനം തുടരുന്ന സമയത്ത് ഇങ്ങോട്ട് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആഇന് ശേഷം ആ കിണർ പോയി കാണാം. ആ കിണർ മുമ്പ് കാലത്ത് ഇവരുണ്ടായിരുന്ന ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുമ ഇവർ തമ്മിൽ എന്തായിരുന്നു, ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കിണറായിരുന്നു. ഈ കിണർ പാടെ ഇല്ലാതായിട്ട് കേടുന്നിട്ട് അപ്പോൾ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പ ഈ കിണർ കൊടുത്തു. ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പ ഈ കിണർ നല്ല വൃത്തിയാക്കി. പിന്നീട് ആ കിണറിലെ വെള്ളം ഷിഫാഇന്റെ വെള്ളമായി എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഒരു വലിയ നേതൃത്വത്തിലുള്ള കിണറാണല്ലോ അല്ലേ. അങ്ങനെ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മഹാനവറുകൾക്ക് ഈ ദർഗയുടെ ബാക്കിൽ ഒരു പറമ്പുണ്ട്, ഒരു ചെടിയുടെ പറമ്പ്. അതായത് മരുന്നിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വന്നതാണ്. അങ്ങനെ ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പയോട് ആരെങ്കിലും വിഷമങ്ങൾ വന്ന് പറഞ്ഞാൽ മഹാനവറുകൾ എന്ത് ചെയ്യും, ആ പറമ്പിന് ആ മരുന്നിന് ഇലടുത്ത് എല്ലാവർക്കും കൊടുക്കും. അത് ഷിഫാൻ്റെ വലിയ ഷിഫ ഉള്ളതായിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടൂട്ടാ. അപ്പം അങ്ങനെയും കൊടുത്തു. അങ്ങനെ മഹാനവറുകൾ ഈ കിണറിൻ്റെ അപ്പുറത്ത് ഇബാദത്തിന് വേണ്ടി കൊണ്ട് സ്ഥലം തിരഞ്ഞെടുത്തു. അതും ഇന്ന് അവിടെ ഉണ്ട്. നമുക്ക് മജ്‌ലിസ് കഴിഞ്ഞ ശേഷം പോയി കാണട്ടാ. അങ്ങനെ അവിടെ ആ സ്ഥലവുമുണ്ട്. അങ്ങനെ മഹാനവറുകൾ ഇവിടെ ദീനീ പ്രബോധനം ഇബാദത്തുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ജാതി മതഭേദമന്യേ മഹാനവറുകൾ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അന്ന് കാലങ്ങളിൽ നമ്മളൊക്കെ നാടുകളിൽ ഇപ്പോൾ നമുക്കൊരു സമ്പ്രദായം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ കുടുംബങ്ങളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു തെങ്ങ് പള്ളിക്കുള്ള തെങ്ങായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളാർക്കും പരിചയമല്ലേ, പുതിയ തലമുറ എല്ലാം നമ്മളൊക്കെ ഉമ്മമാർ ചെയ്ത് അല്ലേ. ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു കവുങ്ങ് അല്ലെങ്കിൽ ഒരു ഏരിയ പള്ളികളായിരിക്കും. അതിൽ കിട്ടുന്ന തേങ്ങ എന്നും പള്ളിക്കാം. ഇതുപോലെ ഒരു സുഹൃത്ത് പള്ളിയിലേക്ക്, അതായത് ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പാക്ക് എന്ത് ചെയ്തു, ഒരു തെങ്ങാണ് നേർച്ചാക്കി. ഒരു തെങ്ങിലുള്ള തേങ്ങ പുറത്തും തങ്ങൾ പാപ്പാക്കുള്ള. അങ്ങനെ അന്നിവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഭരണാധികാരിയിൽപ്പെട്ട ഒരു ഭരണാധികാരി അതുവഴി പോകുമ്പോൾ അവരെന്തായി, നമ്മുടെ പട്ടാളക്കാർ പറയില്ലേ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ അണികൾ ഒരാൾ പോകുമ്പോൾ ഒരു സഹോദരൻ്റെ പറമ്പിൽ തെങ്ങിൽ കയറാൻ വേണ്ടി അദ്ദേഹം തൊരിഞ്ഞു. ആ സഹോദരൻ വന്ന് പറഞ്ഞു, നിങ്ങൾ അതിമ കയറല്ലേ, അത് നമ്മൾ തങ്ങൾ പാപ്പാക്കുള്ളതാണ്. അപ്പം ഒറ്റ ചോദ്യം, അതെന്താ തങ്ങൾ പാപ്പാക്കുള്ള? തങ്ങൾ പാപ്പാൻ്റെ തെങ്ങമ്മ കയറിൻ്റെ കൊമ്പുണ്ടാവോ? ചോദ്യം എന്താ, തങ്ങൾ പാപ്പാനെ തെങ്ങമ്മ കയറിയ കൊമ്പുണ്ടാവോ? തങ്ങൾ പാപ്പാനെ തെങ്ങമ്മ കയറിയ കൊമ്പുണ്ടാവും ചോദിച്ച് ധിക്കാരപൂർവ്വം ആ തെങ്ങിലേക്ക് അങ്ങനെ കയറിയ സമയത്ത് എന്താ സംഭവിച്ചത്, അതിന് മുകളിലെ എല്ലാ തേങ്ങകളിലും എന്തായി, കൊമ്പുള്ളതായി കാണപ്പെട്ടു. മനസ്സിലായില്ല? ഇൻഷാ അല്ലാഹ് ആ തെങ്ങിലുള്ള തേങ്ങകൾ
അതെന്ത് ചെയ്യും, ഇവിടെ നമുക്കിന്ന് കാണാൻ കഴിയും. നമ്മളെപ്പോലുള്ള പിൻഗാമികൾ മനസ്സിലാവാൻ വേണ്ടി. അതായത് അന്ന് ഞങ്ങൾ പാപ്പാനെ തെങ്ങുമ്പോൾ കയറി കൊമ്പിടാന്ന് ചോദിച്ചാൽ ധിക്കാരപോലും കയറി നോക്കിയപ്പോൾ കണ്ടെന്താ തെങ്ങുമ്പോൾ എല്ലാ തേങ്ങകളും കൊമ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവിടുന്ന് കാണണ്ട, അവിടെ ഒക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും മഹാനവറുടെ കറാമത്തുകൾപ്പെട്ട ധിക്കാരപൂർവ്വം ചെയ്തു. ഇവിടെയൊക്കെ പല ശബ്ദങ്ങളുണ്ടാവട്ടെ, പല രൂപത്തിൽ നമ്മൾ വിഷമിക്കണ്ട. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് എന്താണ് മഹാനവറുകളെ കുറിച്ച് ധിക്കരിച്ചപ്പോൾ വലിയ അപകടം ഉണ്ടായതാണ്. അതുപോലെ തന്നെ അന്ന് കാലങ്ങളിൽ മഹാനവറുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അന്നൊരു ചെങ്ങല കൊടുത്തിരുന്നു. ആ ചെങ്ങലയിൽ മുക്കിയ വെള്ളം എല്ലാവരും കുടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഇത് നാഗൂർ തങ്ങൾ പാപ്പ കൊടുക്കുകയുണ്ടായി. നാഗൂർ തങ്ങൾ പാപ്പ പിന്നീട് എല്ലാവർക്കും ബർക്കത്തിനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ചെങ്ങലയും ഇന്ന് അവിടെ തൂക്കി വെച്ചത്. പക്ഷെ ഒന്നും ഇപ്പം നമുക്ക് കാണാനേ പറ്റുമോ? ഇന്ന് ബർക്കത്തിനൊക്കെ നമുക്ക് അവസരമില്ല, എല്ലാം കാണുന്ന സംഭവങ്ങളൊക്കെ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പൂർവിക ചരിത്രമാണെങ്കിൽ ഇന്ന് നമ്മുടെ നാടുകളിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഉപ്പയുടെ കുടുംബത്തിലുള്ള സംഭവം അവർ പറഞ്ഞതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ നാഗൂർ ഉപ്പാപ്പായുടെ ദർഗയിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞിന് 53 മുഴ ആ കുഞ്ഞിൻ്റെ മേലുണ്ടായത്രേ. 53 മുഴ. നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാരുടെ മേലെ ഒരു മുടക്കം മുഴ, 53 മുഴ. ഒരുപാട് ചികിത്സിച്ചു, പരിഹാരമായില്ല. പല സ്ഥലത്തും ചികിത്സിച്ചു, പരിഹാരമായില്ല. അവസാന പ്രതീക്ഷകളില്ല. ഡോക്ടർമാർ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് ഈ കുട്ടി മരിക്കാൻ വേണ്ടി ഉണ്ടായതാണ്, ഈ മുഴ മാറുന്നല്ല, ഈ കുട്ടി മരിക്കാൻ വേണ്ടി ഉണ്ടായ. ചില കുട്ടികൾ പ്രതീക്ഷ ഉണ്ടാവില്ല. ഇതുപോലെ ഡോക്ടർമാർ പറഞ്ഞത്രേ. അവർ നേരിട്ട് അനുഭവം പറഞ്ഞാണ്. അവർ പറഞ്ഞത് അറിയോ? വിഷമത്തോട് പറയാം. ഡോക്ടർ പറഞ്ഞ പ്രയോഗം തന്നെ, ഈ കുട്ടി നിങ്ങൾക്ക് മരിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. അങ്ങനെ സ്വാഭാവിക ഏതുമാർക്കും അവനാണ് കുട്ടികൾക്ക് എന്ത് സഹിക്കൂലല്ലേ? സ്വാഭാവികമല്ലേ? കുട്ടികൾക്ക് ഇനിയിപ്പോൾ മരിക്കാൻ ആരെന്ത് പറഞ്ഞാലും നമ്മളെ മക്കളല്ലേ. അങ്ങനെ എന്തായി, ഇവർ വല്ലാതെ വിഷമത്തോടെ നിരാശയോടെ അവിടുന്ന് ഈ ഷാഹുൽ ഹമീദ് നാഗോരി തങ്ങൾ പാപ്പാൻ്റെ ദർബാറിലേക്ക് വന്നു. ഇവിടെ അവർ വെള്ളിമുഴ കൊടുത്തു, പ്രാർത്ഥിച്ചു, പോയി. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞിരുന്ന 53 മുഴയും അത് പാടെ ഘട്ടം ഘട്ടമായി മാറി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്ന കൂട്ടുകാരൻ്റെ കുടുംബത്തിലുണ്ടായ അനുഭവം. ഏതോ മായാലോക ചരിത്രം പറയുന്നില്ല, മനസ്സിലായില്ലേ? അതുപോലെ വിവാഹം ശരിയാവാത്തവർക്ക് വലിയ ഫലമുള്ളതാണ് ഇവിടെ ഈ വിവാഹം ശരിയാവാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എല്ലാവരും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടി പറയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് വലിയ ഫലമുള്ള ഒരു ദർബാറാണ് മഹാനായ ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ പാപ്പ. നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളെ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷാഹുൽ ഹമീദിനെ പോലത്തെ ഒരു വലിയനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് മതി. നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഇത് വലിയ പദവിയുള്ള മനുഷ്യനാണെന്നല്ല കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ പദവിയുടെ മഹാന്റെ ദർബാറിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസ് എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ സ്വാലിഹായ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി തരുമാറാവട്ടെ. അപ്പോൾ ഈ മഖാമിനകത്തേക്ക് സഹോദരിമാർക്കാർക്ക് പ്രവേശനമില്ല, പുറത്തുനിന്ന് കാണാനല്ല. പുരുഷന്മാർ കയറുന്നവർക്ക് 10 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. എനിക്ക് കൊടുത്താൽ അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. അത് കയറാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യാം. ഇവിടുന്ന് നമ്മൾ ഇതുവരെ നമ്മൾ യാസിനോ ഇത് വരുന്നില്ല. പലരും മനസ്സിലുണ്ടാവും മുറുമുറുപ്പ്, ഇയാളെന്തത് എവിടുന്ന് യാസിനോ അതൊക്കെ ആരെയും മനസ്സിലുണ്ടായോ? നമ്മളെ കണ്ടിട്ട് മനസ്സിലാണ്ടല്ലോ. നമ്മൾ അവസരോചിതമായിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? നമ്മളെ അവസരം എന്താണ്? നമ്മൾ മറ്റേ കൃഷ്ണാപ്പള്ളി നേരെ പോകാൻ പാടില്ല, പെട്ടെന്ന് പോകണം. ഇവിടെ നമുക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു യാസിനോ നിങ്ങൾ ഇച്ചിരി നാസ്ത കഴിക്കാത്ത വിഷമമുണ്ടെങ്കിൽ എന്ത് സഹകരിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട മക്കാമ. ഇവിടെ നമ്മൾ യാസിനോദി ചെറിയ മദ്ഹുകൾ പാടിക്കൊണ്ട് നമുക്ക് മജ്ലിസ് ദ്വാരം അവസാനിപ്പിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വേദന എത്രത്തോളം ഉണ്ടാവുന്നല്ലേ? ഒരുപാട് ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദർബാറിന്ന് സിയാറ ചെയ്ത് പോയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് മുത്തുപ്പേട്ടിൽ ഏർവാടിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും ആ കുഞ്ഞിന് വിഷമമൊന്നുമില്ല എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കണം, മനസ്സിലായില്ലേ? അതിന് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും മനസ്സിലുണ്ടാവും ആ കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും കൂടി നല്ല പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഞങ്ങളെ കൂട്ടത്തിൽ സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ നാഗൂർ ദർഗയുടെ പരിസരങ്ങൾ പരിചയപ്പെടുന്ന സെക്ഷനാണ് നടക്കുന്നത്. അങ്ങനെ ദുആഇന് ശേഷം ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ് ദർഗയുടെ പിന്നാമ്പുറത്ത്. ഷാഹുൽ ഹമീദ് നാഗൂരി തങ്ങൾ ഉപ്പാപ്പാക്ക് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തൊരു ചെങ്ങല എന്ന് പറഞ്ഞാൽ വെള്ളം മുക്കി കൊടുക്കാറുണ്ടായിരുന്നു. ആ മുകളിലേക്ക് നോക്കി ചെങ്ങല ഉണ്ടാ, അതായത് ഖിദിർ നബിയുടെ കൈ തട്ടിയ ചെങ്ങലയാണ്, മനസ്സിലായല്ലേ? എന്നാൽ നമ്മൾ കാണാൻ തോഫിക്കുണ്ട്, അൽഹംദുലില്ലാ. ഈ കിട്ടിലാച്ച് നിരാശപ്പെടണ്ട, ഇത് കാണാൻ തന്നെ തോഫിക്കിൽ അത്ര പേരുണ്ട്. ഇവിടെ വന്നിട്ട് നാട്ടുപൂരം അല്ലാ ഞാൻ കണ്ടില്ലല്ലോ എന്ന് മുമ്പ് ഏർവാടി ഒന്ന് ചോദിച്ചുകൊണ്ട് ചിലരൊക്കെ എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞത്, മനസ്സിലായല്ലേ? ആണല്ലേ? ആ നേരെ കാണാൻ ചെങ്ങല കേട്ടാ. മുമ്പൊക്കെ അതിൽ മുക്കിയ വെള്ളം കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം വെള്ളമില്ല, നമുക്ക് കാണലാണ് തോഫിക്ക് കിട്ടാം. ഇനി എല്ലാവരും ബാക്കിലേക്ക് നോക്കൂ.
എന്താ കാണുന്നത് മറ്റേ ധിക്കാരപൂർവ്വം തെങ്ങിൽ കയറിയപ്പോൾ കണ്ട മുഴുവൻ കൊമ്പുള്ള തേങ്ങ. ഇതൊരു തേങ്ങ അങ്ങോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൊമ്പുള്ള തേങ്ങ. ഇതിനകത്ത് കയറാൻ വേണ്ടിട്ടാ കണ്ടത് കൊമ്പുള്ള കൂടെ അവിടെ ആണ് അവൻ തേങ്ങ അതിനപ്പുറത്ത് തേങ്ങ വ്യത്യസ്തം. അതായത് അതാ പറഞ്ഞത് എത്രയോ കൊല്ലം മുമ്പുള്ള സംഭവം നമ്മൾ ഈ പറഞ്ഞൊക്കെ ഇന്നും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മഹാനെ ധിക്കരിച്ചപ്പോഴേക്കുണ്ടായ ആ ഒരു അവരെ കറാമത്ത് കണ്ടാണ്. മനസ്സിലായില്ലേ? ഇനി വരി. നാഗൂർ തങ്ങൾ ഉപ്പാപ്പ ഇബാദത്ത് ചെയ്തതെല്ലാം ദർഗയുടെ പിന്നാമ്പുറത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കാണാനും അവിടുത്തെ ഓരോ സംഭവങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു നീങ്ങി. ഇതിനകത്ത് ഒരു നെന്നാരി കുഴിച്ചിട്ടുണ്ട്. നെന്നാരി നമ്മൾ നന്നാരി സർബത്തിൻ്റെ നമ്മളോട് പൂർവികർ പറഞ്ഞതാണ്. ഞാൻ ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ല കേട്ടോ, പറഞ്ഞെന്ന് അറിവ് പറഞ്ഞുതരാൻ മാത്രം. അപ്പോൾ ഇത് എല്ലാ വർഷവും ഉറൂസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഇത് എടുക്കും നെന്നാരി. ആ നെന്നാരിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ വിതരണം ചെയ്യും. എല്ലാവർക്കും എന്ത് ചെയ്യും, ഇവിടെ ആ നെന്നാരിൽ നിന്ന് ബറക്കത്ത് എല്ലാവർക്കും ലഭിക്കും. ഒരു വർഷത്ത് കുഴിച്ചിടും. ഇനി അടുത്ത വർഷം വീണ്ടും ഇപ്പം നിലവിൽ കുഴിച്ചിട്ട് അടുത്ത വർഷം വീണ്ടും എന്ത് ചെയ്യും, ഇത് തുറന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് പണ്ട് മുതലേ തുടർന്ന് വന്ന സംഭവമാണ് അത്രേ. മനസ്സിലായില്ലേ? അങ്ങനെ പറയും. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ഓരോരുത്തരുടെ വിശ്വാസത്തിന് ഓരോരുത്തർ ചെയ്യുന്നതാണ്. ഈ മാനസിക രോഗമുള്ളവരൊക്കെ എന്ത് ചെയ്യും, അത് ലോക്ക് ചെയ്യും. ഇത് കണ്ടില്ലേ, വിവാഹം ശരിയാവാത്തവരെന്ത് ചെയ്യും, അത് ലോക്ക് ചെയ്യും. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസം കേട്ടാ. ഇങ്ങോട്ട് ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരുന്നു മഹാനവറുകളുടെ ജനാസ കുളിപ്പിച്ച സ്ഥലം. മഹാനായ ഉപ്പാപ്പയുടെ ജനാസ കുളിപ്പിച്ച സ്ഥലമാണ് ഈ സ്ഥലം കേട്ടാ. അപ്പൊ ഈ സ്ഥലത്ത് നിന്ന് ജനാസ കുളിപ്പിച്ചപ്പോൾ ഇതിന് ബാക്കിലൊരു കുളമുണ്ട്. ആ കുളത്തേക്ക് എന്തായി, അതിൽ നിന്ന് അല്പം വെള്ളം പോയി എന്നൊക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ജനാസ കുളിപ്പി ആ കുളത്തിലെ വെള്ളം പോയതുകൊണ്ട് ആ കുളത്തിലെ വെള്ളവും ഷിഫാഇന്റെ വെള്ളമാണെന്നൊക്കെ പൂർവികർ പറയുന്നതായി കാണാം. പക്ഷെ ആ കുളം വൃത്തി നെയ്യ് എന്നതല്ലേ, ആരെയും കുളിച്ചവർക്ക് അറിയാം ആ കുളത്തിൽ വൃത്തി ഉണ്ടാവില്ല. ഇനി അവിടെ ചില്ലും ഒരു ചില്ലും കൂടെ ഉണ്ടോ? ചില്ലും കൂടി കണ്ട കൂടിച്ചില്ലുണ്ടോ? അതിനകത്ത് എന്താ ഉള്ളത്? ആരാ പറഞ്ഞേ? കപ്പലുണ്ട്. അതിനോട് കപ്പലേ ഉള്ളൂ. കാണല്ലേ താത്ത, സങ്കല്പിക്ക അവിടെ അങ്ങനെ ഉണ്ടെന്ന്. അന്നെ കണ്ടുവരാറിങ്ങി. അതായത് ഇങ്ങോട്ട് മഹാനായ നാഗൂർ ഉപ്പാപ്പയുടെ ദർബാറിലേക്ക് ഒരു സുഹൃത്ത് നമ്മളെ റഷ്യ നമ്മളെ ഇന്ത്യയുടെ മുട്ടാണ് ഏതൊരു രാജ്യമല്ലേ? അതേ രാജ്യം ശ്രീലങ്ക. ആരാ ഇന്ത്യയുടെ മുട്ട? മലേഷ്യ. അവിടെ മലേഷ്യ അല്ലെങ്കിൽ ശ്രീലങ്ക, രണ്ടൊരു സ്ഥലത്ത് അവിടെ നിന്നൊരു സുഹൃത്ത് സാമ്പത്തികം ഇങ്ങോട്ട് നേർച്ചയാക്കി. ആ പാവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല, പല സാഹചര്യങ്ങളും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞൊരു ആശയമാണ് എന്ത്, അദ്ദേഹത്തിന് മഹാനവർ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ആ ക്യാഷ് ഒരു ചെറിയൊരു തോണി ഉണ്ടാക്കിയിട്ട് അതിൽ കയറ്റി വിടാൻ, അതിങ്ങോട്ട് എത്തിക്കൊള്ളുന്നു. ആ ക്യാഷ് അവിടുന്ന് വന്ന് ആ കടലിൽ കയറ്റി വിട്ട സാധനം അതുപോലെ വന്ന് ഇവിടെ എത്തിയത്രേ. ആ സാധനമാണ് ആ കാണുന്ന ചെറിയ ഷിപ്പ്. അവരെടുത്തേക്കണ ഇതിന് കാരണം ഉണ്ടാവില്ല, വെറുതെ ആരോട് ഉണ്ടാക്കി വെച്ചെടുത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി ഇതാണ് മഹാനവറുകൾ വന്ന സമയത്ത് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു അവര് ഉപയോഗിച്ചിരുന്ന കിണർ. അത് നാഗൂർ ഉപ്പാപ്പ വൃത്തിയാക്കിയെടുത്തു. നാഗൂർ ഉപ്പാപ്പ പിന്നെ അവിടെ ഉപയോഗിച്ചിരുന്നു. അത് ഷിഫായിന്റെ വെള്ളമണക്കെന്നൊക്കെ പറയുന്ന ആ കിണറാണത്. സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്. ഒരു മിനിറ്റ് മൊത്തം ഇവരൊന്നും പോട്ടെ. കേട്ടവർക്കൊന്ന് കണ്ടവര് മാറിടിക്കും വഴിയാൻ. അതായത് മഹാനവർ ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്, നല്ല ബർക്കത്തുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? അവിടെ മഹാനവർ കാൽപാദം എന്ന് പറഞ്ഞിട്ട് താഴെ ചെറിയൊരു ഇതിനെ കാണാം, ഒരു വെള്ളിയുടെ ഒരു അടയാളം കാണാം. അതും കണ്ടു നോക്കും. സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്. നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സേവനം പറഞ്ഞില്ലേ? അപ്പൊ അന്ന് കാലങ്ങളിൽ ആ തുടർന്ന് വന്നിരുന്ന മഹാനവർ ദർബാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചികിത്സ നടത്തി അവിടെ. അപ്പൊ പച്ചില ഇവിടെ നടക്കുക. അന്നേയുള്ള ഈ പച്ചിലിന്റെ തോട്ടമാണ്. ഇപ്പൊ ഈ പച്ചിലിൽ നിന്ന് നിങ്ങൾക്ക് പച്ചില വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പൊതിക്ക് 20 രൂപ കൊടുക്കണം. താല്പര്യമുള്ളവർ വാങ്ങാം. നല്ല ഷിഫായിൻ്റെതാണെന്ന് മുസ്താഫാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ,
ആ 20 രൂപ കൊടുത്തു ബർക്കത്ത് വാങ്ങിക്കൂടി. ആ 11 അത് തിളപ്പിച്ചിട്ട് ഒരു കുപ്പിയിലാക്കാം, എന്നിട്ട് 11 ദിവസം കുടിക്കാൻ അവരുണ്ട് കേട്ടാ. നാഗൂർ ഉപ്പാപ്പ പറഞ്ഞാണ് എല്ലാ രോഗങ്ങൾക്കും ഷിഫ ഉണ്ടാവും. പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും ദർഗയുടെ അകത്തേക്ക് കയറുകയാണ്. ദർഗയിലേക്ക് കയറുമ്പോൾ 5 രൂപയുടെ ഒരു ടോക്കൺ എടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ടോക്കൺ പ്രകാരമാണ് ദർഗയിലേക്ക് കയറേണ്ടത്. അങ്ങ് നമ്മുടെ സഹോദരിമാരെല്ലാവരും പുറത്തു നിന്നു, ഉപ്പമാരെല്ലാവരും അകത്തേക്കും കയറി. അങ്ങനെ അവിടുന്ന് സിയാറ എല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഹോളിഡേയ്സ് നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. നാഗൂർ ദർഗയുടെ പരിസരത്ത് ഒരു മസ്താനുണ്ട്. ആ മസ്താനെ പലപ്പോഴും കാണാറില്ല. എൻ്റെ യാത്രാ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ എന്തെങ്കിലും ക്യാഷ് നേരത്തെ നേർച്ചയാക്കി പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആ മസ്താനെ കാണാൻ കഴിയും എന്നൊക്കെ നമ്മുടെ പൂർവികരായ ഉസ്താദുമാർ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് ആ മസ്താൻ. അൽഹംദുലില്ലാ, ഞാൻ ഇത്തവണ പോകുമ്പോൾ ഞാൻ 100 രൂപ നേർച്ചയാക്കി പോയിരുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. സിയാറകളെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോന്നു. നാസ്ത കഴിക്കുകയാണ്. ഇന്ന് നല്ല വെള്ളപ്പവും കടലക്കറിയാണുള്ളത്. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതെല്ലാത്തിനും ഇൻഷാ അല്ലാഹ് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അതുപോലെ ലൈക്കുകളും എല്ലാം ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളിനി പോകുന്നത് മുത്തുപ്പേട്ടയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അസ്സലാമു അലൈക്കും, വീണ്ടും കാണാം.